എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് സിനമൺ റോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഈ ഒരു സിനമൺ റോളിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലുള്ളൊരു ബണ്ണാണ്. അപ്പോൾ നമ്മൾ സിനമൺ റോളെന്നും സിനമൺ ബണ്ണെന്നും ഒക്കെ ഇത് അറിയപ്പെടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബണ്ണാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സിനമൺ റോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൈദ എടുത്തിട്ടുണ്ട്. 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് എന്ന് പറയുന്നത് 240 250 ml ആകാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അൺറിഫൈൻഡ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. അതാണ് ഈ ഒരു കളർ വന്നിട്ടുള്ളത്. ഈ പഞ്ചസാര നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ബ്ലൂ കളറിലുള്ള പാക്കറ്റിൽ വാങ്ങിക്കുന്നതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. റെഡ് കളറിലേയും കിട്ടും. അത് കൂടുതൽ മധുരമുള്ളതിനാണ് നമ്മൾ റെഡ് കളറിലുള്ള ഈസ്റ്റ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ല ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ചെറിയ ചൂടുവെള്ളത്തിൽ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് കലക്കി മാറ്റി വെക്കണം. അതിനുശേഷം അത് നന്നായിട്ട് പതഞ്ഞ് വരുമ്പോൾ ഇതിലിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഈസ്റ്റും പഞ്ചസാരയും ഉപ്പും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഈ ഒരു പൊടിയിലേക്ക്. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിലോ ഉരുക്കിയ ബട്ടറോ നിങ്ങൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്താലും മതിയാകും. ഈ ഒരു ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/2 കപ്പ് പാല്, ചെറിയ ചൂടുള്ള പാലാണ് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ പാലിന് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഓരോ മൈദയുടെ പരുവം അനുസരിച്ചിട്ട് അത് വേരി ചെയ്യും. അപ്പോൾ നമ്മൾ കുഴച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള പാലെടുക്കുക. അപ്പോൾ നമ്മൾ ചപ്പാത്തി മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഇനി ഇത് കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഒരു 8 മിനിറ്റെങ്കിലും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോഴാണ് ആ ഒരു മാവ് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പാലോ ഓയിലോ ഇട്ടതിന് ശേഷം നല്ല സോഫ്റ്റ് മാവിൻ്റെ പരുവത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം പൊങ്ങാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു പാത്രത്തിൽ തന്നെ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഈ ഒരു മാവും വെച്ചിട്ട് എണ്ണയൊന്ന് തടവി കൊടുക്കുക. ഇനി ഇത് അത്യാവശ്യം ചെറിയ ചൂടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാം. നാട്ടിലൊക്കെ ആണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ഇത് നന്നായിട്ട് ഫെർമെൻ്റായിട്ട് കിട്ടും. ഇനി തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും വേണ്ടി വരും ഇത് പൊങ്ങിക്കിട്ടാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഓവൻ്റെ ഉള്ളിൽ ലൈറ്റിട്ടാണ് ഇത് വെക്കുന്നത്. അപ്പോൾ ഇനി ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു സിനമൺ റോളിനേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് എടുത്തിട്ടുള്ളത്. ബ്രൗൺ ഷുഗർ ഒരു 3 ടേബിൾ സ്പൂൺ വേണം. നിങ്ങളുടെ കയ്യിൽ ബ്രൗൺ ഷുഗർ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ പഞ്ചസാരയും എടുത്താലും മതിയാകും. അപ്പോൾ ഈ ഒരു പഞ്ചസാര പൊടിക്കാത്ത പഞ്ചസാരയാണ്, ഗ്രാനുലേറ്റഡ് ആയിട്ടുള്ള ഷുഗറാണ്. അപ്പോൾ ഒരു ബ്രൗൺ ഷുഗർ ഞാൻ 3 ടേബിൾ സ്പൂൺ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു സിനമൺ റോളാണ്. അപ്പോൾ നമുക്കിതിലേക്ക് പട്ട പൊടിച്ചതൊക്കെ വേണം. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മളിതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള വെണ്ണ, അതായത് ബട്ടറാണ്, അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് സിനമൺ പൗഡർ വേണം. സിനമൺ പൗഡർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇടാവുന്നതാണ്. ഞാനിവിടെ 3 ടീസ്പൂണാണ് സിനമൺ പൗഡർ ഇട്ട് കൊടുക്കുന്നത്. 3 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ 1 ടേബിൾ സ്പൂൺ വരും. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂടുക കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഒരുപാട് ഇടുകയാണെങ്കിൽ ഇത് സിനമൺ ചുവയ്ക്കും. അപ്പോൾ ഞാനിവിടെ കുറച്ച് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കുറച്ച് പൊടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാടിട്ട് വീണ്ടും കുഴക്കേണ്ട ആവശ്യമില്ല. ഇനി കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് കുറച്ച് പൊടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. പരത്തുന്നതിന് മുൻപായിട്ട് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് എയർ ബബിൾസ് എല്ലാം ഒന്ന് കളഞ്ഞെടുക്കുന്നത് നല്ലതാണ്. ഒരുപാട് ബലം കൊടുത്തിട്ട് ഇനി അത് കുഴക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ ഇത് റൗണ്ട് ആക്കിയതിന് ശേഷം നല്ല വലുതായിട്ട് തന്നെ ഇതൊന്ന് പരത്തി കൊടുക്കുക. ഒരു ചതുര ഷേപ്പിലോ അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലോ ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. കുറച്ച് കട്ടിയിൽ വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. ഇപ്പം നമ്മൾ നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പഞ്ചസാരയും ബട്ടറും അതുപോലെ സിനമൺ പൗഡറും കൂടിയിട്ടുള്ള കൂട്ട് ഇതിന് മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു സ്പാറ്റുല വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോർക്കോ നൈഫോ വെച്ചിട്ടോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ വരുന്ന രീതിയിൽ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഇതിപ്പോൾ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സിനമൺ റോള് ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. നമ്മൾ ഈ ഒരു ഡോ പരത്തുമ്പോൾ താഴെ പൊടി ഇട്ട് കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ റോളും ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ഈ ഒരു സിനമൺ റോള് നിങ്ങൾക്ക് കപ്പ് കേക്കിൻ്റെ ആ ഒരു പേപ്പറിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കേക്ക് ടിന്നിൽ എല്ലാം കൂടി ഒരുമിച്ചിട്ടും ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒരു കേക്ക് ടിന്നിൽ കുറച്ച് ബട്ടർ പേപ്പർ ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൽ നിരത്തി വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്ത് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓവൻ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓവനിലോ അല്ലാതെയോ നിങ്ങൾക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനെല്ലാം ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ ഈ ഒരു കേക്ക് ടിന്നിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം ഒരു 15 മിനിറ്റ് ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. അപ്പോൾ വീണ്ടും ഈ ഒരു സിനമൺ റോള് കുറച്ചുകൂടെ ഒന്ന് റൈസായി കിട്ടും. അപ്പോൾ ഒരു 15 മിനിറ്റ് കൂടെ കഴിഞ്ഞതിന് ശേഷം 180 ഡിഗ്രിയിൽ നമുക്കിത് 20 മുതൽ 30 മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കറക്റ്റ് 30 മിനിറ്റ് ആണ് ഇത് ബേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല മണമാണ് ഈ ഒരു സിനമൺ റോള് ബേക്കായി വരുമ്പോൾ. ഇതിന് മുകളിലായിട്ട് കുറച്ച് പഞ്ചസാര ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ നിങ്ങൾക്ക് സെർവ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് ഫ്രോസ്റ്റിംഗ് ഒക്കെ തയ്യാറാക്കാവുന്നതാണ്. ക്രീം ചീസ് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഹെവി ക്രീം വെച്ചിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഫ്രോസ്റ്റിംഗ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ കടയിൽ നിന്ന് വാങ്ങിച്ച വാനില സോസാണ് ഇതിന് മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ വാനില സോസ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലുള്ളൊരു സിനമൺ റോളാണ്. അപ്പോൾ ഇവിടെ സ്വീഡനിൽ സിനമൺ റോൾ കിട്ടും. പക്ഷേ ആ ഒരു സിനമൺ റോൾ കുറച്ച് ഹാർഡാണ്. അപ്പോൾ അതിനെക്കാട്ടിലും അടിപൊളി ടേസ്റ്റുള്ള നല്ല പഞ്ഞി പോലുള്ള ഒരു അടിപൊളി സിനമൺ റോളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ കഴിക്കാത്തവർ തീർച്ചയായിട്ടും ഒരു തവണ ഒന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. അതുപോലെ നമ്മൾ ഈ ഒരു സിനമൺ റോള് എടുത്തതിന് ശേഷം ബാക്കി സോസ് ഇതിന് മുകളിലായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ് ഈ ഒരു സിനമൺ റോള്. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു പുഡിംഗ് പോലത്തെ ഒരു നല്ല മോയിസ്റ്റ് ആയിട്ടുള്ളൊരു സിനമൺ റോളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്